ഫ്ലവേഴ്സ് കോമഡി അവാർഡ്സ്. നിറപ്ര ഫ്ലവേഴ്സ് കോമഡി അവാർഡ്സ് പവർഡ് ബൈ നന്ദനം സാനിറ്ററീസില് രണ്ട് കോമഡി സ്റ്റാർസ് ആണ് വരാൻ പോകുന്നത്. രണ്ട് താരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാഭവൻ പ്രചോദ്. മലയാളത്തില് അറിയോ, ഒരു കാലഘട്ടത്തില് ഏത് പെണ്ണിനെ പെണ്ണ് കാണുന്ന സീൻ ഉണ്ടെങ്കിൽ അത് കലാഭവൻ പ്രചോദായിരുന്നു വന്നുകൊണ്ടിരുന്നത് അല്ലേ? കല്യാണ സീനുകളും ഉണ്ടായിരുന്നു ഒരുപാട്. അത് കല്യാണം പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കല്യാണം നടക്കൂല എല്ലാവരുടെ അല്ല. അപ്പോ കലാഭവൻ പ്രചോദ് ഒപ്പം പണ്ട് അശ്വതിയുടെ കോ ആങ്കറും കൂടിയായിരുന്ന ബിജുക്കുട്ടനും. അതെ, കുറച്ചു കാലം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഈ ഒരു സ്റ്റേജ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദി നമ്മുടെ സ്വന്തം ബിജുക്കുട്ടൻ. ലെറ്റ്സ് വെൽക്കം കലാഭവൻ പ്രചോദ് ആൻഡ് ബിജുക്കുട്ടൻ എവരിബഡി. അത് ശരി, ഇവിടെ കളിച്ചിട്ടൊക്കെ ആയിട്ട് നിൽക്കുകയാണോ? ഹലോ, ഞാൻ വിളിക്കാം. ഞാൻ വിളിക്കാന്ന്. ആരാ? ഭാര്യയാ, അമേരിക്കാന്നാ. അല്ല, ഈ തിരക്കിന്റെ ഇടയ്ക്ക് നീ എപ്പോ വിളിക്കാനാ? രണ്ടെണ്ണം അടിക്കട്ടെ, എന്നിട്ട് ഞാൻ അവിടെ അമ്മയ്ക്ക് മുത്തിക്കും എല്ലാം വിളിക്കും. അതൊക്കെ മോശം. പിന്നെ അവള് വിളിച്ചതോ? എന്നെ കുടുംബത്തിലുള്ള എല്ലാവരും അവള് വിളിച്ചില്ലേ? എന്നെ കൊഞ്ഞാണെന്ന് വരെ വിളിച്ചു. അത് മോശമായി പോയി. മോശമൊന്നും അല്ലടാ. ഭാര്യയുടെ ചെലവ് കിടക്കുന്ന ഏത് നാറിക്കും ഇതൊക്കെ ഒരു പാഠമാകണം. അയ്യേ, എടാ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? തോരണം. എന്റെ അലോഷി, ആ തോരണം നീ അവിടെ ഇങ്ങോട്ട് മാറ്റി കെട്ടണം. എന്നിട്ട് ആ ഫ്ലെക്സ് ഇങ്ങോട്ട് കയറ്റി വെക്കണം. ഈ ഗസ്റ്റ് വരുമ്പോ ആദ്യം ഫ്ലെക്സ് അല്ലേ കാണേണ്ടത്? എടാ പ്രശോഭേ, എടാ ആ തോരണം അങ്ങോട്ട് മാറ്റി കെട്ടണം, എന്നിട്ട് ആ ഫ്ലെക്സ് ഇങ്ങോട്ട് നീക്കി വെക്കണം. ഗസ്റ്റ് വരുമ്പോ ആദ്യം ഫ്ലെക്സ് അല്ലേ കാണേണ്ടത്? സെബാസ്റ്റ്യ, എന്തോ ആ തോരണം അങ്ങോട്ട് മാറ്റി കെട്ടണം, എന്നിട്ട് ആ ഫ്ലെക്സ് ഇങ്ങോട്ട് നീക്കി വെക്കണം. ഗസ്റ്റ് വരുമ്പോ ആദ്യം കാണേണ്ടത് ഫ്ലെക്സ് അല്ലേ? ഹലോ, ആ തോരണം വലിച്ചു കെട്ടണമെന്ന്, ആ ഫ്ലെക്സ് മാറ്റി വെക്കണമെന്ന്. ഗസ്റ്റ് വരുന്നത് ഫ്ലെക്സ് കാണാനാന്ന്. ഒരു പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നിങ്ങളെ കൊണ്ട് ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല. ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നല്ലോ, അവൻ എവിടെ പോയി കിടക്കുക? എടാ അലോഷി, ചന്ദ്രപ്പൻ എവിടെയാ? എടാ പ്രശോഭ, ചന്ദ്രപ്പൻ എവിടെയാ? എടാ സെബാസ്റ്റ്യ, ചന്ദ്രപ്പൻ എവിടെയാ? ആ ചന്ദ്രപ്പൻ എവിടെയാ? ഹലോ, ചന്ദ്രേട്ടൻ ഇത് എവിടെയാ? നിന്റെ കുഞ്ഞമ്മയുടെ കല്യാണത്തിന് പോയിരിക്കുന്നു. എടാ ചന്ദ്രപ്പ, ചന്ദ്രപ്പ നീ ഇത് എവിടെ പോയിരിക്കായിരുന്നു? ദേവിന്റെ കുഞ്ഞമ്മയുടെ കല്യാണത്തിന് വെക്കിരുന്നു. എടാ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു പരിപാടി നടക്കുമ്പോ ഈ പരിസരത്തുണ്ടാവണം. ആ രാത്രി പ്രസിഡന്റ് പുറത്തിറങ്ങി നടക്കുമ്പോ ഇതല്ലല്ലോ എന്നോട് പറയാറ്. ഈ പരിസരത്ത് കാണരുത് രാത്രി ഒരു വർത്താനം, പകലൊരു വർത്താനം അല്ലേ? ചന്ദ്രപ്പ നീ ചുമ്മാ അനാവശ്യം പറയരുത്. എനിക്ക് ഈ മുഖമല്ല വേറൊരു മുഖം കൂടി ഉണ്ട്. ആ മുഖം കാണാണ്ടിരിക്കാൻ വേണ്ടിയല്ലേ രാത്രി A6 പുറത്തിറങ്ങിയപ്പോ തലയിൽ മുണ്ടിട്ടിറങ്ങിയത്. എടാ നീ കണ്ടതും കേട്ടതും ഇവിടെ നിന്ന് വിളമ്പാതെ നീ ആ തോരണം എടുത്തങ്ങോട്ട് മാറ്റി കെട്ടി ഫ്ലെക്സ് എടുത്ത് നീക്കി വെക്ക്. ഗസ്റ്റ് വരുമ്പോ കാണണ്ടേ? ഓ ഇപ്പൊ റെഡിയാ. അല്ല പ്രസിഡന്റ്, ഇപ്പൊ ചന്ദ്രപ്പൻ പറഞ്ഞ ഈ A6 എന്താണ് സംഭവം? അതൊന്നുമില്ല. A6 + B6 all squared the 6 എന്ന് പറയും. എന്ന് വെച്ചാ 10 ആണ്. ഓ എടാ ചന്ദ്രപ്പ, തോരണം നീ വലിച്ചു കെട്ടടാ. എപ്പോ കെട്ടിന്ന് ചോദിച്ചാൽ അലോഷി, ഗസ്റ്റ് വരുമ്പോ കൊടുക്കാനുള്ള ബൊക്കെ നമ്മള് പൂക്കട ഏൽപ്പിച്ചിട്ടുണ്ട്, അതൊന്ന് പോയി എടുക്കണം. പ്രശോഭേ, ഗസ്റ്റ് വരുമ്പോ കൊടുക്കാനുള്ള ബൊക്ക പൂക്കടയിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്, അതൊന്ന് പോയി എടുക്കണം. സെബാസ്റ്റ്യ, ബൊക്ക വരുമ്പോ കൊടുക്കാനുള്ള ഗസ്റ്റ് പൂക്കട ഏൽപ്പിച്ചിട്ടുണ്ട്, അതൊന്ന് പോയി. പൂക്കടയിൽ ഒരു ഗസ്റ്റ് സാധനം ഇരിപ്പുണ്ട്, വരുമ്പോ കൊണ്ടുപോരെ. എടാ ചന്ദ്രപ്പ, എന്താണ്? ചന്ദ്രപ്പ, എടാ പൂക്കട ബൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്, നീ അതൊന്ന് പോയി എടുത്തോണ്ട് വാ. പോകാൻ വണ്ടി ഉണ്ടാ? അലോഷി, നിന്റെ വണ്ടി ഒന്ന് കൊടുത്തേ. പ്രശോഭേ, നിന്റെ വണ്ടി ഒന്ന് കൊടുത്തേ. വേണ്ട, ഞാൻ എന്റെ സൈക്കിളിൽ പോക്കോളാം. നീ അത് എങ്ങനെങ്കിലും പോകും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഈ ഡീസന്റ് അപ്പാർട്ട്മെന്റ്സിന്റെ ഓണാഘോഷ പരിപാടിയാണ് ഇവിടെ അടിച്ചു പൊളിക്കാൻ. പിന്നെ ഈ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ കാണിക്കുന്ന പോലെ ഈ ചെറിയവനെന്നോ വലിയവനെന്നോ അങ്ങനെയുള്ള വ്യത്യാസമൊന്നും നമുക്ക് വേണ്ട. നമ്മൾ VIP-കൾ മാത്രം പങ്കെടുത്ത് അടിച്ചു പൊളിക്കുന്ന ഒരു ഓണാഘോഷം. വേറൊരു തെണ്ടി അതിനകത്തോട്ട് കയറ്റി വേണ്ട. ഓക്കെ. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഞാൻ വിളിക്കാന്ന് ഭാര്യ എടാ, ഇങ്ങനെ നിന്നാ മതി, ഒരെണ്ണം അടിക്കണ്ടേ? അടിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ അവള് വന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. നിനക്ക് ഭാര്യയെ പേടിയാണോ? എനിക്ക് ഭാര്യയൊന്നും പേടിയില്ല. കള്ളു കുടിച്ചാൽ എന്റെ അടുത്ത് ഭാര്യ പറഞ്ഞോണ്ടല്ലോ, അവളെ ഒരു ഒറ്റ ചവിട്ടി പിന്നെ മഹാബലിയെ വാമനൻ പാതാളത്തിലോട്ട് ചവിട്ടി താഴ്ന്നിടത്താണ് ഈ ഓണത്തിന്റെ കഥ. ബാക്കി കഥ ഞാൻ ഞങ്ങൾക്ക് പിന്നെ പറഞ്ഞു. അലോഷിയോട് ഞാനൊരു കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഞാൻ കേട്ടായിരുന്നല്ലേ? ദേ മനുഷ്യ, കഴിഞ്ഞ തവണത്തെ ഓണാഘോഷത്തിന് ഇവിടെ കിടന്ന് കുടിച്ച് അലമ്പുണ്ടാക്കിയതുപോലെ ഇത്തവണ അലമ്പ് ഉണ്ടാക്കിയ. കഴിഞ്ഞ തവണ ആരലമ്പുണ്ടാക്കി? ഞാൻ കള്ളു കുടിച്ചു, നീ അലമ്പുണ്ടാക്കി. അത് ആവർത്തിക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. എടി, അത് നീ എന്നോടല്ല പറയേണ്ടത്, നീ നിന്നോട് തന്നെ പറയണം. അയ്യോ, കള്ള് കുടിക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. അത് വേണേ ഞാൻ അവനോട് പറയാം. എടാ അലോഷിയെ, കള്ളു കുടിക്കരുത് കേട്ടോ. ഞാൻ കള്ളു കുടിക്കും. അവൻ കുടിക്കുമെന്ന്, എന്നാ ഞാനും കുടിക്കും. എന്നാ ഞാൻ അലമ്പുണ്ടാ. ഇതിപ്പോ കഴിഞ്ഞ പോലത്തെ പോലെ തന്നെ ആവൂലേ? അതെ, നിങ്ങൾ കള്ള് കുടിക്കുന്നതിന് മുന്നേ ഞാൻ അലമ്പുണ്ടാക്കും. ഞാൻ നിന്റെ ഭാര്യനൊന്ന് കാണട്ടെ. സന്ധ്യ, നിന്റെ കെട്ടിയോനെതാ കള്ളുടിക്കാൻ പോകുന്നു. നിങ്ങൾ കള്ളുടിക്കോ? കള്ളുടിക്കാന്ന്
ഞാനല്ലേ ഇവനല്ലേ കള്ളു കുടിക്കാൻ പോണോ? പ്രശ്നപ്പെട്ട കള്ളു കുടിക്കോ? ഞാൻ കള്ളു കുടിക്കും. ഇവൻ കള്ളു കുടിച്ചാൽ ഞാനും കുടിക്കും. കണ്ടോ എന്റെ കെട്ടിയോനെ നശിപ്പിക്കണം നിന്റെ കെട്ടിയോനാ. അയ്യടാ നിന്നെ കെട്ടിയത് കൊണ്ടാ എന്റെ കെട്ടിയോ കുടിക്കുന്നത്. എന്റെ കെട്ടിയോനെ ഇത്തിരി കുടിച്ചെന്നും പറഞ്ഞ് നിന്റെ കെട്ടിയോനെ പോലെ അത്ര ഓവർ ഒന്നല്ല കേട്ടോ. ആ എന്റെ കെട്ടിയോനെ കുടിക്കുമ്പോഴല്ലേ ഓവർ, നീ കുടിക്കാൻ തന്നെ ഓവറല്ലേ ആലോചിട്ടോ. അവള് പറഞ്ഞതാണോടി തെറ്റ്? നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടില്ലേ ഇതുപോലെയുള്ള പരിപാടിക്ക് വരുമ്പോ ഇതുപോലത്തെ വേഷം ധരിച്ചോണ്ട് വരരുത്. നിനക്കൊരു സെറ്റ് കൊണ്ടുകൊടുത്തോണ്ട് വരാറുന്നില്ലേ? അതിന് ഞാനിത് കുറച്ചു നേരത്തേക്ക് എടുത്ത് ഇട്ടുന്നേ ഉള്ളൂ. ഓണാഘോഷ പരിപാടി തുടങ്ങുമ്പോഴേക്കും ഞാൻ ഇതൊക്കെ അങ്ങ് അഴിച്ചു കളയും. അപ്പൊ ഇത്തവണത്തെ ഓണാഘോഷം പൊടി പൊടിക്കും. എന്നിട്ട് ഞാൻ സെറ്റ് സാരിയൊക്കെ എടുത്ത് ഒരു വരവുണ്ട്. ചിലപ്പോ പൊളിയുകയും ചെയ്യും. ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ ഇരിക്കുന്നത്. ഏത് വൃത്തിയിട്ടവനത്? ശബ്ദം കേൾക്കുന്നു. സ്ത്രീകളെല്ലാം കൂടെ മാറി സ്ത്രീകളെല്ലാം മാറി. ആ നമ്മുടെ ഗന്ധർവ സാധു. സാബു ഇങ്ങ് വാ. എന്താ സാബു പ്രശ്നം? എന്റെ സാറേ എത്ര പാടിട്ടും ഈ താരാപഥത്തിന്റെ താഴെ അങ്ങോട്ട് കിട്ടുന്നില്ല. എടാ, ചില സമയത്ത് എനിക്ക് തെറിയും വായി കിട്ടത്തില്ല. അല്ല പ്രസിഡന്റ്, എന്താ സാബു? എനിക്കൊരു സംശയമുണ്ട്. പറഞ്ഞു. ഞാൻ ഏതൊക്കെ പാട്ടാണ് പാടേണ്ടത്? ആദ്യം പാടണോ അതോ അവസാനം പാടണോ? അവൻ ആദ്യം പാടിയ പരിപാടി അവസാനിക്കില്ല അപ്പൊ തന്നെ. അത് ശരി. അപ്പൊ നീ അവസാനം പാടിയാ മതി. അയ്യോ അപ്പൊ ആളുണ്ടാവില്ല, ആദ്യം പാടണം. അപ്പൊ നീ ഉണ്ടാവില്ല. അതെ റോബോട്ടും പാടുന്നുണ്ടോ ഇത്തവണ? പിന്നെ എന്നാ പിന്നെ ഇത്തവണ ഓണാഘോഷത്തിന് ഞങ്ങൾ ആരും പങ്കെടുക്കുന്നില്ല. അതെ പ്രസിഡന്റ്, ഈ കാപ്പിരിയുടെ പാട്ടുണ്ടെങ്കിൽ ഞങ്ങളും ഇല്ല. തല്ലി കൊന്നാലേന്ന് അറിയാ. വേണ്ട സൗച്ചാമ്പാ, നമുക്ക് ആ ഫ്ലെക്സിന് പുറകോട്ട് പോവാം. എന്നാ ഞാൻ പൂവിളി പാടിയാലോ? ഒരു കുഴപ്പമില്ല. ചന്ദ്രപ്പച്ചേട്ടൻ വന്നു. ചന്ദ്രപ്പൻ എവിടെ പോയി കിടക്കുമായിരുന്നു? എന്റെ പൊന്നെ, ഈ ബൊക്കായിട്ട് വന്ന സമയത്ത് തന്നെ പട്ടി ഓടിച്ചിരുന്നു. പിന്നെ ഞാൻ പട്ടിനെ ഈ ബൊക്കൊണ്ട് നേരിട്ട് ഈ സാധനം ഇല്ലായിരുന്നെങ്കിണ്ടല്ല നിങ്ങൾ എനിക്ക് റീത്തോക്കണം തന്നെ. ആ ലേഡി ഗാന്ധിയൊക്കെ കച്ചകെട്ടി ഇറങ്ങിയാണ് ഈ പട്ടിയുടെ സൈഡ് പറയാൻ. എടാ പട്ടി കടിക്കുന്നത് പറഞ്ഞ് നിനക്കെന്നെ എത്ര പേടി പട്ടിയെ? അയ്യോ പട്ടി കടിക്കണ എനിക്ക് പേടിയാണ്. പട്ടി കടിച്ചിട്ടല്ലേ എന്റെ അച്ഛൻ ചത്തുപോയത്. എടാ പട്ടി കടിച്ചു കഴിഞ്ഞാൽ ആള് മരിക്കൊന്നുമില്ല. പൊക്കിലേറ്റും 14 ഇഞ്ചക്ഷൻ എടുത്താ പോരെ. ആ അത് ശരി. പട്ടി അച്ഛന്റെ പൊക്കിളടക്കുന്നേ ഇത്രയും ഭാഗം കടിച്ചെടുത്തോണ്ടോ ഇത്. ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് ഡോക്ടർ പൊക്കിള് പട്ടി അടിച്ചോണ്ടും പോയില്ലേ. ഇതിനിടയിൽ അച്ഛൻ എന്നോട് ചോദിക്കണേ എന്തെങ്കിലും കഴിക്കാണ്ടെന്ന്. ഞാൻ പറഞ്ഞു പിക്കിള് മാത്രമേ ഉള്ളൂ. ഈ പിക്കിള് കഴിക്കലും 2 എക്കിള്. അച്ഛൻ ക്ലോസ്. ഒടുക്കത്തെ കോമഡി കളിയാ. അന്ന് മുതൽ എനിക്ക് പട്ടികളെ കലിപ്പാണ്. അതല്ലെങ്കിൽ ഒരു പട്ടിക്ക് മറ്റൊരു പട്ടിയെ കണ്ടുകൂടാന്നാ പറയുന്നത്. ആ അതാണ് നമ്മൾ രണ്ടും ചേരാത്തത്. അതൊക്കെ എന്റെ കയ്യിലുണ്ടടാ. അപ്പോഴേ ഈ ഓണാഘോഷമായിട്ട് മാവേലി ഇല്ലേ? മാവേലിയൊക്കെ ഇപ്പൊ വരുമെന്ന് നമ്മുടെ SI സാറല്ലേ മാവേലി വേഷം കിട്ടുന്നത്. താറുതേപ്പ വരും. പിന്നെ എന്റെ ഭാര്യയും മക്കളൊക്കെ വരും. കുഴപ്പമില്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അങ്ങനെ വലിപ്പ ചെറുപ്പം ഒന്നും ഇല്ലാതെ VIP മാത്രം പങ്കെടുക്കുന്ന ഒരു ഓണമാണ്. ഓ എനിക്കത് കേട്ടാ മതി. അപ്പൊ അവര് ഹാപ്പിയായി. പിന്നെ ചില തെണ്ടുകൾ കുടുംബത്തോടെ വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതടിച്ചിട്ട് ആ ശരിയാ പ്രസിഡന്റ്, ഞങ്ങൾ അടിച്ചിട്ട് പോരാ. അനുഷി എന്റെ കാര്യം മറക്കല്ലേ. ഹലോ സാറേ നമസ്കാരം. നേരം വൈകില്ലല്ലോ അല്ലേ? ഇല്ല നമുക്ക് ഷാർപ്പ് ഇവിടെ 11 മണിക്കാണ് പരിപാടി തുടങ്ങണം. സാറ് വരുന്ന വെച്ചിട്ട് നേരത്തെ തന്നെ മാവേലി ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ. എടാ ചന്ദ്രപ്പ അതിങ്ങ് എടുത്തോണ്ട് വാ. എന്നാ പിടിച്ചോ. അച്ചാറില്ലട്ടാ. എടാ ഇതല്ല പിന്നെ മറ്റേ മാവേലി ഡ്രസ് ചെല്ലേ. അതാണാ അതിപ്പോ കൊണ്ടുവരാം. പ്രസിഡന്റ് എന്തോ എന്താ ഇപ്പൊ ഓണമല്ലേ സാറേ, ചെറിയൊരു കമ്പനിയൊക്കെ. നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ, പൊതുസ്ഥലത്ത് മദ്യപിക്കാൻ പാടില്ല, മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കാൻ പാടില്ല. അയ്യോ സാറേ ഇവിടെ അങ്ങനെ പൊതുസ്ഥലത്ത് മദ്യമൊന്നുമില്ല, ആരും വണ്ടി ഒന്നും ഓടിക്കുന്നില്ല. പിന്നെ ഇത് പിള്ളേര് സെറ്റ് ഒന്ന് ഓണം അടിച്ചു വിളിക്കാൻ വേണ്ടി ആ മൂലക്ക് ഇരുന്നിട്ട് വിടുന്നതാ. ഏത് മൂലക്ക്? അവിടെ സാറേ. ശരി, ഞാൻ അവിടെ പോകുന്നു, 2 അടിക്കുന്നു, SP വീട്ടിൽ പോകുന്നു, മാവേലി വേഷം കെട്ടുന്നു. ഇവിടെ വേഷം കെട്ടില്ല. പക്ഷെ ഒരു സംഭവം മൊത്തം പൊളിഞ്ഞല്ലോ. ഇത് മാവേലിയായിട്ട് ഇനിയിപ്പോ ആരെ കിട്ടും? എടാ അലോഷ്യസേ പ്രശോഭേ, സംഭവം മൊത്തം പൊളിഞ്ഞു. പരിപാടി തുടങ്ങിയില്ലല്ലോ. എടാ അതല്ലെന്ന് SI സാറ് മാവേലി വേഷം കെട്ടില്ലെന്ന്. അത് ചതിയായി. ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ മാവേലിയെ ഞാനിപ്പോ ഇവിടുന്ന് എടുത്ത് കൊടുക്കും. എന്റെ ദൈവമേ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ മാവേലി ആകാനായിട്ട് ലക്ഷണമൊത്ത ഒരാൾ വേണം, അതിന് വയറൊക്കെ വേണം. അതെ, നമ്മുടെ സെക്യൂരിറ്റി ചന്ദ്രപ്പൻ ചേട്ടൻ. നല്ല ഐഡിയ. ചന്ദ്രപ്പ മാവേലിന്റെ കളസം. ചന്ദ്രപ്പ നിനക്കൊരു ഭാഗ്യം കൈവന്നിരിക്കുകയാണ്. ആ എനിക്ക് മനസ്സിലായി. എന്റെ ശമ്പളം കൂട്ടി. ഇത്തവണത്തെ ഓണത്തിന് നമ്മുടെ അപ്പാർട്ട്മെന്റ്സിലെ മാവേലി ആരാണ്? SI ഷൺമുഖൻ സാർ. അല്ലല്ല SI സാർ ചെയ്ത ഇപ്രാവശ്യത്തെ വേഷം ചെയ്യുന്ന നീയാണ്. അല്ലല്ല ഞാനോ? അതെ. എടാ ചന്ദ്രപ്പ നീ തന്നെ ചെയ്താൽ മതി. നീ ആകുമ്പോ അത് കറക്റ്റ് ആയിട്ട് സൈസ് ഒക്കെ കറക്റ്റ് ആണ്. നീ തന്നെ ചെയ്താൽ മതി. അതെ അല്ലല്ല നിങ്ങൾ വലിയ ആൾക്കാരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ മാവേലിയായിട്ട്? മാവേലി എന്ന് പറഞ്ഞാൽ ആരാ? ഈ ഓണാഘോഷത്തിന്റെ വിശിഷ്ട അതിഥിയാണ്. പിന്നെ വലിയ ആഘോഷത്തോടു കൂടിയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് മാവേലിയെ. ഇന്നത്തെ ശ്രദ്ധാ കേന്ദ്രം ചന്ദ്രപ്പൻ ചേട്ടനായിരിക്കും. അതെ, അവസാന ഓണത്തെ കുറിച്ച് ഒരു സന്ദേശം. അതെ എന്നാലും എനിക്കൊരു മടി. പ്രശോഭേ ഈ പ്രാവശ്യം ശമ്പളത്തിൽ നിന്ന് 1000 രൂപ കൂട്ടി കൊടുത്തേ. ഡ്രസ് എവിടെ? ഇവിടെ വെച്ച് എങ്ങനെ കാണുന്നത്? അങ്ങനെ മാറിയുന്നേ ഇട്ടിട്ട് വരട്ടെ. അങ്ങനെ മാവേലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ആ മൈക്ക് സെറ്റാനോടെ മാവേലിക്ക് റെഡി കാണിച്ച സമയം വേണം. ഒരു പാട്ടിട്ടെ. വേമ്പനാട്ട് കായലിന് ചാഞ്ചാട്ടം, തങ്കമണി ചുണ്ടനിന്ന് മയിലാട്ടം, കുഴലൂതും കാറ്റ് കുളിർകോരും
കൂടെ തുഴയാൻ വാ. അതെ മാവേലി, നമ്മുടെ സെക്യൂരിറ്റി ചന്ദ്രപ്പനെ കണ്ടായിരുന്നോ? മനസ്സിലായില്ലേ? ഏത് ചന്ദ്രപ്പൻ? നമ്മുടെ സെക്യൂരിറ്റി ചന്ദ്രപ്പനെ ഞാൻ കണ്ടില്ലല്ലോ. അട്ടെ, നിങ്ങൾ ആരാ? ചന്ദ്രപ്പന്റെ ഭാര്യ മക്കളോ? ആണോ? കണ്ടാത്തൊന്നുമില്ല. എന്താ കാര്യം? അത് ഞാൻ ചന്ദ്രപ്പനോട് പറഞ്ഞോളാം. എടേ, സൂക്ഷിച്ചു നോക്കടേ. എടീ, ഇത് ഞാനാടി, നിന്റെ കെട്ടിയ ചന്ദ്രപ്പൻ. ചന്ദ്രപ്പേട്ടനോ? അതേന്ന്, നിന്റെ മക്കളാണ് സത്യം. എന്ത് കോലത്? കോലോ? എടി, ഇതാണ് മാവേലി. അയ്യോ, അത് മനസ്സിലായി. നിങ്ങൾ എന്താ ഈ വേഷത്തിലെന്ന്? എടി, ഇവിടുത്തെ ഓണാഘോഷത്തിന് ഞാനാണ് മാവേലി. നിന്നോട് ഞാൻ സസ്പെൻസ് ആക്കി വെച്ചാക്കിയിരുന്നു. ആയില്ലെങ്കിൽ ഇവരെന്നെ സസ്പെൻഡ് ചെയ്തേനെ. ആന്ന്, നീ കണ്ടോ എന്റെ പ്രകടനം? അവസാനം ഒരു ഓണ സന്ദേശം ഉണ്ട്, അത് കേൾക്കണോട്ടാ. എടി, നിങ്ങൾ ആ ഫ്രണ്ടിൽ പോയിരുന്ന പരിപാടി ഉണ്ടോ? ഞാൻ ഈ മൂലക്കിരുന്ന് ഓണ സന്ദേശം പഠിക്കട്ടെ. പക്ഷേ 11 മണിയാ, ഇത് ഘോഷയാത്ര തുടങ്ങേണ്ടത്. ആ ശരിയാണല്ലോ. ഗസ്റ്റ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ആ മാവേലിയും ഗസ്റ്റിനെയൊക്കെ ഇങ്ങോട്ട് മുമ്പിലോട്ട് നിർത്തിക്കോ. ഡീസന്റ് അപ്പാർട്ട്മെന്റ്സിന്റെ ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയാണ് ഈ തെരുവീഥികളിലൂടെ കടന്നു വരുന്നത്. മഹാബലിയെയും വിശിഷ്ടാതിഥികളെയും സ്വീകരിച്ചുകൊണ്ടുള്ള ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയുള്ള ഘോഷയാത്രയാണ് ഇതാ ഈ അപ്പാർട്ട്മെന്റ്സിന്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. ഹലോ, അനുഗ്രഹിക്കും. കേൾക്കുന്നില്ല? ഹലോ ഹലോ ഹലോ, പ്രശോഭേ, എന്താ പ്രശ്നം? എടാ, താഴെ വണ്ടി മുഴുവൻ ബ്ലോക്ക് ആയിട്ട് കിടക്കാ. സെക്യൂരിറ്റി വിളിച്ച ബ്ലോക്ക് ഒന്ന് മാറ്റ്. സെക്യൂരിറ്റി മാവേലിയായിട്ടിരിക്കല്ലേ? അത് ഓവർ ഡ്യൂട്ടി അല്ലേ? ഞാൻ വിളിക്കാം. എന്താ പ്രസിഡന്റ്, ഞാൻ വന്നത് നന്നായില്ലേ? നീ വന്നതൊക്കെ നന്നായി, പക്ഷെ ഇങ്ങനെ നിന്നാ ശരിയാവില്ല. എന്താണ്? എടാ, താഴെ വണ്ടി മുഴുവൻ ബ്ലോക്ക് ആയിട്ട് കിടക്കാ. നീ അങ്ങോട്ട് എന്നാ ബ്ലോക്ക് ഒന്ന് മാറ്റ്. നിങ്ങൾ എന്താണ് ഈ പറയണത്? മാവേലിനോട് ബ്ലോക്ക് മാറ്റാനാ? ഇപ്പൊ നീ സെക്യൂരിറ്റി. അയ്യോ, അപ്പൊ എന്നെ മാവേലി തെറിച്ചാ? മാവേലി തെറിച്ചിട്ടില്ല, ബ്ലോക്ക് മാറ്റി വന്നിട്ട് നീ മാവേലി. പ്രസിഡന്റ്, ഈ കൂടെ ഒന്ന് വിളിച്ചേ, ഞാൻ ബ്ലോക്ക് മാറ്റിട്ട് വരാം. നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്നത്? ആഘോഷം നടക്കട്ടെ. ഇതാ ബാക്കിയുള്ള വിശിഷ്ടാതിഥികളുമായി അപ്പാർട്ട്മെന്റ്സിന്റെ മുന്നിൽ ഇതാ ഘോഷയാത്ര എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും ആ തടസ്സങ്ങളെല്ലാം നീക്കി നമ്മുടെ മാവേലി തമ്പുരാൻ ഉടൻ തന്നെ വേദിയിലെത്തുന്നതാണ്. ഇങ്ങോട്ട് മാറ്റരുത്, നിങ്ങൾ ഓട്ടോറിക്ഷ തള്ളിക്കാറില്ലേ? ഇങ്ങോട്ട് ഓടിച്ചോ, റൈറ്റ് ഓടിക്കേ. പൈപ്പ് ഓടിക്കാനല്ല, മതി മതി മതി. അതെ, ആ വെള്ളക്കാരൻ അങ്ങോട്ട് മാറ്റിട്ട് എന്റെ ചോപ്പാർ അങ്ങോട്ട് കയറ്റിട്ട് മതി. ഓക്കെ ഓക്കെ, പോട്ടെ പോട്ടെ പോട്ടെ, മതി. പ്രസിഡന്റ്, എല്ലാ ബ്ലോക്കും ഞാൻ മാറ്റിയിട്ടുണ്ട്. പിടിച്ചോടാ. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഞാൻ മാവേലിയാണോ അതോ സെക്യൂരിറ്റിയാണോ? എടാ, ഇപ്പൊ നീ മാവേലി, നീ സ്റ്റേജിലേക്ക് ചെല്ല്. ഓ എന്റെ പൊന്നെ, എന്റെ ഒരു വല്ലാത്ത സ്റ്റേജ് ആയി പോയിട്ടാ. വേഗം ചെല്ല് സ്റ്റേജിലേക്ക്. ആദ്യമായി സ്വാഗത പ്രസംഗം പറയുവാൻ അലോഷിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഞാനേ 2 അടിച്ചോണ്ട് ഈ റെസിഡൻസ് അസോസിയേഷൻ ആ സാധനം നാക്കിൽ വരില്ല. ഇപ്പൊ അപ്പൊ പറയാൻ പറ്റില്ല. എല്ലാവർക്കും അലോഷിയുടെ പേരിൽ സ്വാഗതം നേരുന്നു. അടുത്തതായി അധ്യക്ഷ പ്രസംഗമാണ്. നമ്മുടെ അധ്യക്ഷൻ ഈ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് സൂര്യ സത്യമൂർത്തിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അതാരാ പ്രസിഡന്റ്? എടോ, എന്റെ പേര് സത്യമൂർത്തി. ഈ സൂര്യ സത്യമൂർത്തി ആരായിട്ടത്? സൂര്യ എന്നുള്ളത് പ്രസിഡന്റ് ഭാര്യയുടെ പേരല്ലേ? എടോ, ഭാര്യയുടെ പേരെന്തിനാ ആദ്യം ഇടുന്നത്? അതെ, ചെലവിന് എന്നൊരു പേര് ആദ്യം ഇടും. പ്രിയമുള്ളവരെ, ഈ ഓണം എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ കുഞ്ഞനാളിലെ ഓണങ്ങളെ കുറിച്ച് ഓർത്തു പോവുകയാണ്. കുഞ്ഞനാളില് ഓണാവധിക്കൊരു സിനിമ കാണുവാൻ വേണ്ടി അമ്മയുടെ അടുത്ത് നിന്ന് കാശ് ചോദിച്ചപ്പോൾ അമ്മ പൊയ്ക്കോണം എന്ന് പറഞ്ഞ ഓണവും, ഓണപ്പരീക്ഷയ്ക്ക് മൊട്ട മാർക്ക് മേടിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ എന്റെ അച്ഛൻ നീ എവിടെങ്കിലും പോയി ചത്തോണം എന്ന് പറഞ്ഞ ഓണവും, വർഷങ്ങൾക്ക് ശേഷം അങ്ങ് അമേരിക്കയിൽ യാദൃച്ഛികമായി മാവേലിയുടെ വേഷം കെട്ടിയതിന്റെ പേരിൽ പിറ്റേ ദിവസം പാസ്പോർട്ടും ടിക്കറ്റും എന്റെ കയ്യിൽ തന്നുകൊണ്ട് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു ഇവിടുന്ന് വിട്ടോണം എന്ന വേദനാജനകമായ ഓണവും ഞാൻ ഇപ്പോൾ ഓർത്തു പോകുകയാണ്. അതെ, നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ അവിടെ. എന്തിനാണ്? നമ്മളെ വീട്ടിൽ 2-3 ഗസ്റ്റ് വന്നിന് അവർക്ക് ചായ കൊടുക്കാൻ പാലില്ലാന്ന്. മാവേലിയായിട്ട് വേഷം കെട്ടി സ്റ്റേജിലിരിക്കുകയാണ്. അയ്യോ, അപ്പൊ പാലിന് ഞാൻ എന്ത് ചെയ്യും? എന്താണെന്ന്? നമുക്കൊരു 2 ഓവർ പാല് വേണം. അയ്യോ, ഞാനിവിടെ മാവേലിയായിട്ടിരിക്കല്ലേ? മാവേലി താൻ ഇവിടുത്തെ സെക്യൂരിറ്റിയാണ്, പറയുന്നത് കേട്ടാ മതി. പോയി മേടിച്ചോട്ട് വേണം. കണ്ട
അല്ലേ ഈ പാലിപ്പ് എവിടെ കിട്ടും? ഈ പാതാള ജംഗ്ഷനിൽ പോയാൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ പ്രസന്റ് ചോദിച്ചാൽ പറയണം മാവേലി അത്യാവശ്യമായിട്ട് പാതാളം വരെ പോയേക്കാണ്. ഞാൻ പറഞ്ഞോളാം. ഇപ്പൊ കേരളത്തിൽ ജാതിയും മതവും ഒരു വേർതിരിവും ഇല്ലാതെ നിങ്ങൾ ഇതെവിടെ പോന്നു? ഞാൻ പാല് വാങ്ങിക്കാൻ പോയി, അല്ലെങ്കിൽ എന്റെ ജോലി പോകും. ഈ വേഷത്തിലോ? ഈ വേഷത്തിൽ പോയില്ലെങ്കിൽ ഈ വേഷം പോകും. നീ അങ്ങോട്ട് മാറിക്കും. ഞാൻ കേരളമെങ്ങും പാലും തേനും ഒഴുക്കിയ ആ മഹാബലി ചക്രവർത്തിയാണ് ഇന്നിവിടെ. മാവേലി പാല് മേടിക്കാൻ പോയി. പാല് മേടിക്കാൻ പോയി. അതെ, ഇന്നും പ്രജകൾക്ക് വേണ്ടി പാലും തേനും ഒഴുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നമ്മുടെ മഹാബലി ചക്രവർത്തി. പിന്നെ എനിക്ക് ഓണത്തെ കുറിച്ച് പറയാനുള്ളത് നിർത്തിക്കോണം. ഇതാ ഇപ്രാവശ്യം എനിക്ക് പുതിയൊരു ഓണം കൂടി കിട്ടിയിരിക്കുകയാണ്. നിർത്തി ഓണമല്ല, നിർത്തിക്കോണം. അതുകൊണ്ട് ഞാനിതാ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പാല് പാലേ പാലേ ആ പാല് വെച്ച ആൾക്കാരെ എവിടെ? ദേ പിടിച്ചേ. മാവേലിക്ക് സമയമില്ല, വേഗം പോട്ടെ. ഇങ്ങനെ മാറിയോ ഈ മാവേലി ഒന്ന് പോട്ടെ. അടുത്തതായി നമ്മളുടെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോകുന്നത് മികച്ച വായനശാല പ്രവർത്തകനും സർവകലാശാലയിലെ ഭക്ഷണശാലയുടെ MD-യുമായ പ്രൊഫസർ രാവണ്യ മാഷ് നമ്മളോട് സംസാരിക്കുന്നു. എല്ലാ മാനവർക്കും എന്റെ വിനീതമായ നമസ്കാരം. മുൻ പ്രാസംഗികന്റെ അബദ്ധ ജടിലമായ പ്രസംഗ വിക്ഷേപങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തു. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അഭിപ്രായം പറയുന്നില്ല. കാരണം തിരിച്ചു പോകാനുള്ള വണ്ടി ഏർപ്പാടാക്കിയിരിക്കുന്നത് അദ്ദേഹം. ഓണമെന്ന് പറയുമ്പോൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവ വികാസമാണ് ഓണസദ്യ. ഓണസദ്യയിൽ എന്തെല്ലാം തരം വിഭവങ്ങളാണ്! നാനാജാതി വർണ്ണ വിവേചന വ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ പലതരം പച്ചക്കറികൾ ഇലയുടെ ചുറ്റും വിളമ്പി മനോഹരമാക്കി വെച്ചിരിക്കുന്ന ഒരു ഓണസദ്യ. ഇലയുടെ വലത്തെ അറ്റത്തിരിക്കുന്നു വട്ടത്തിലുള്ള മനോഹരമായ ഒരു സാധനം, പപ്പടം. എത്ര മനോഹരമാണ് കാണുവാൻ. പക്ഷേ പ്രഷറിന്റെ ആശാനാണ്. ഈ ആശാനെ ചോറിന്റെ മുകളിലേക്ക് വെച്ച് സെൽമീതി ആൻസർ കളിക്കുന്നത് പോലെ പക്കാ എന്ന് അമർത്തിയാൽ ആ ചോറിലേക്ക് അലിഞ്ഞു പോകുന്ന മഹത്തരമായ ഒരു പ്രതിഭാസം. അത് മാത്രമാണോ ഇന്ത്യയിൽ എവിടെ പോയാലും കിട്ടുന്ന ഒരേ ഒരു ഭക്ഷണ സാധനമാണ് ഈ സാമ്പാർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ എവിടെ ചെന്നാലും കിട്ടുന്ന സാമ്പാർ ആയതുകൊണ്ട് ഞാൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി, പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, സാമ്പാറിന്റെ പേര് മാറ്റൂ, ഇന്ത്യൻ ഓയിൽ എന്നാക്കൂ. ഭക്ഷണശാല സർവകലാശാല പ്രവർത്തനങ്ങൾക്കിടയിൽ പലപ്പോഴും ഓണാഘോഷ പരിപാടികൾക്ക് പല ഇവിടെ എന്റെ പൂവാടെ മുല്ലപ്പൂ. ആ ബൊക്ക വാങ്ങിക്കാൻ പോയപ്പോ പട്ടി ഓടിച്ചിട്ടില്ലേ? അപ്പൊ എന്റെ കയ്യിൽ നിന്ന് പോയി. അയ്യോ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് തിരുവാതിര കളിക്ക് പൂ വേണം. അത് ശരി, എല്ലാ ലവരാതികളിക്കും മോളുണ്ടല്ലേ? പൂ മേടിച്ചതാ. ഓ കാശിയാ, ഞാനൊരു മാവേലിയാണ് കേട്ടാ. വേഗം ചെന്ന് മേടിച്ചിട്ട് വാ. അതൊന്നും എനിക്ക് അറിയണ്ട. നിങ്ങൾ പിന്നെ ഇത് എവിടെ പോവാ? ഓ നീ ഇവിടെ നിക്കടി, ഞാൻ പൂ വാങ്ങിക്കാൻ പോയിരുന്നു. പൂ വാങ്ങിച്ചില്ലേ? എന്റെ ജോലി നിന്നോണം, നല്ലോണം തിന്നോണം. ഓണസദ്യ എന്ന് പറയുന്ന മഹത്തരമായ ഒരു സംഭവം നമുക്ക് സംഭാവന ചെയ്ത ഈ ഇരിക്കുന്ന മഹാനായ മഹാബലി. ഇതിലേതാണ് മാവേലി? മാവേലിയെ പൂ മേടിക്കാൻ പോയിരിക്കുക. കേൾക്കണം സുഹൃത്തുക്കളെ, ഓണം വന്ന നെറുകന്തലയിൽ ഉച്ചിയിൽ കയറി നിൽക്കുകയാണ്. ഈ നട്ടുച്ചയ്ക്കും പൂക്കളമിടുവാൻ പൂ മേടിക്കാൻ പോയിരിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരനായ മാവേലി. ഒരു കുറിപ്പ് കിട്ടിയിട്ടുണ്ട്. എന്റെ പ്രസംഗത്തിന് ശേഷം ഓണസദ്യ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം കലാപരിപാടികൾ. എന്റെ പ്രസംഗം കഴിഞ്ഞു, ഓണസദ്യ തുടങ്ങാം. ക്ഷമിക്കണം, ആരും പോകരുത്. അതിനു മുമ്പ് മാവേലിയുടെ ഓണ സന്ദേശമുണ്ട്. ആരും പോകരുത്, ആര് കേൾക്കാൻ. അടുത്തതായി ഓണ സന്ദേശത്തിനായി മാവേലിയെ ക്ഷണിച്ചു കൊള്ളുന്നു. ആ മാവേലി കറിക്ക്, മാവേലി കറിക്ക്, ഞാൻ ഉണ്ടച്ചിപ്പോ വരാം. ദൈവമേ, ഇതെല്ലാവരും പോയല്ല, ഞാനും സുലുവും പിള്ളേരും മാത്രം. ഇനിയിപ്പോ ഞാൻ ആരോട് ഓണ സന്ദേശം പറയും? വേണമെങ്കിൽ ഞാനൊരു സന്ദേശം അങ്ങോട്ട് പറയട്ടെ. കുറെ കാശും ചെലവാക്കി ഇങ്ങനെ കാട്ടിക്കൂട്ടണതൊന്നും അല്ല ഓണം. സ്വന്തം കുടുംബത്തില് ഭാര്യയോടും മക്കളോടും കൂടെ ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്നതാണ് ഓണം. നമ്മുടെ കുടുംബത്തിലെ എന്നും മാവേലി നിങ്ങളാണ് ഞങ്ങളുടെ കണ്ട മാവേലി. അല്ലാതെ നിങ്ങൾ ഈ കണ്ണി കണ്ടവരുടെ മാവേലി അവൻ നടക്കല്ലേ. ശരിയാണല്ലേ? അപ്പൊ നമുക്ക് ഉള്ള ചോറും കറിയും കൂട്ടി വീട്ടിൽ പോയി ഓണാഘോഷിക്കാം. വാ. ശരിയാണല്ല. താനാരാ? താൻ ഏത് ഫ്ലാറ്റിലെ സെക്യൂരിറ്റിയാ? ഞാൻ ഫ്ലാറ്റിലെ സെക്യൂരിറ്റി അല്ല മകൻ. ആ പേടിഎമ്മിലായിരിക്കും. പണ്ട് കേരളം ഭരിച്ചിരുന്ന യഥാർത്ഥ മാവേലി. ശരിക്കും? ശരിക്കും മാവേലി. എന്തിനാണ് നിങ്ങളിങ്ങനെ ചിരിക്കുന്നത്? ഒരൊറ്റ ദിവസം ഞാൻ ഇവിടുത്തെ മാവേലിയായപ്പോ ഞാൻ പെട്ട പാട്, ഞാൻ ഓടിയ ഓട്ടം, അത് വെച്ച് നോക്കുമ്പം ഇത്രയും വർഷം മാവേലിയായിട്ട് ജീവിച്ച നിങ്ങളുടെ ഒരു കഷ്ടപ്പാട് ഓർത്ത് ചിരിച്ചു പോയതാണേ. അല്ല, മാവേലിനെയും ഈ അസോസിയേഷൻകാരെ ക്ഷണിച്ചിട്ടുണ്ടാ? എന്നെ ക്ഷണിച്ചത് അസോസിയേഷൻകാരല്ല,
നീയാണ്, നിന്റെ കുടുംബമാണ്. നിങ്ങളോടൊപ്പം ഓണം ആഘോഷിക്കാനാണ് ഞാൻ വന്നത്. അല്ല മാവേലി, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല. ആഘോഷമൊക്കെ ഇവിടെയല്ലേ നടക്കണത്. ഉള്ളതുകൊണ്ട് ഓണം ആഘോഷിക്കുന്നവരോടൊപ്പം ഓണം കൂടാനാണ് എന്നും ഈ മഹാബലിക്ക് താല്പര്യം. അയ്യോ, അപ്പൊ അവരൊന്നും വേണ്ടേ? നമുക്ക് തുടങ്ങാം, അവരൊക്കെ വന്നുകൊള്ളൂ. അതെ, എടി എന്നാ പിന്നെ ആഘോഷം തുടങ്ങാല്ലേ? ആ തുടങ്ങാം. അമ്പിളി വട്ടത്തിൽ ആലവട്ടത്തിൽ അമ്പാരി ചന്തമോടെ അത്തപ്പൂ ചമയമിണക്കി തൃക്കാക്കര വന്നിറങ്ങി തിരുവോണം നാള്. അമ്പിളി വട്ടത്തിൽ ആലവട്ടത്തിൽ അമ്പാരി ചന്തമോടെ അത്തപ്പൂ ചമയമിണക്കി തൃക്കാക്കര വന്നിറങ്ങി തിരുവോണം നാള്. അടതരികിട തിമിതിമിതോ ഇരുകുടിയുടെ മേളത്തിൽ, അടതരികിട തിമിതിമിതോ ഇരുകുടിയുടെ മേളത്തിൽ തമ്പേരും താളം അരുളത്തിരുളത്തോ, തമ്പേരും താളം അരുളത്തിരുളത്തോ. നിരപര ഫ്ലവേഴ്സ് കോമഡി അവാർഡ്സ് പവർഡ് ബൈ നന്ദനം സാനിറ്ററീസിൽ ഇനി ഒരു ചെറിയ ഇടവേള. ഫ്ലവേഴ്സ് കോമഡി അവാർഡ്സ്. വെൽക്കം ബാക്ക് ടു നിരപര ഫ്ലവേഴ്സ് കോമഡി അവാർഡ്സ് പവർഡ് ബൈ നന്ദനം സാനിറ്ററീസ്. നിരപര ഫ്ലവേഴ്സ് കോമഡി അവാർഡ്സ് പവർഡ് ബൈ നന്ദനം സാനിറ്ററീസിന്റെ വേദിയിലേക്ക് അടുത്തതായി എത്തുന്നു വീണ്ടും നമ്മുടെ സ്വന്തം താരസുന്ദരി വിഷ്ണുപ്രിയ ആൻഡ് ടീം. Ladies and gentlemen, welcome Vishnupriya and team on stage. तेरे बिना मैं आदि स्तुताय कहाँ चला मैं, आकार लेने लगा ख्वाब मेरा, साकार होते रुका ख्वाब मेरा। मेरे अधूरे कार्य सभी निदा दबा कर दे तू पूरे आज सानी दा पानी दा पमग सदा सदा नी।
മിമിക്രിയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം. ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞു തുടങ്ങാം. ഈ പ്രോഗ്രാമിന് ആദ്യം വിളിച്ചത് എന്നെയാണ്. ഞാനാണ് ആദ്യം ഇങ്ങോട്ട് വന്നത്. അതിനു മുന്നേ എന്നെ വിളിച്ചായിരുന്നു, എന്റെ ടീമിനെ വിളിച്ചായിരുന്നു കേട്ടോ. 5 കോട്ട് അവിടെ കടന്നുകൊണ്ട് ഇവൻ വെറുതെ എടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് തിക്കി കയറി വന്നതാണ്. നിങ്ങൾ പറയാ, ഞാൻ അവതരിപ്പിക്കണോ അതോ റെജി അവതരിപ്പിക്കണോ? നിങ്ങൾ പറ. ഒരു കാര്യം ചെയ്യാൻ രാജേഷ് തിരുവമ്പാടി, അങ്ങനെ വാശിയൊന്നും വേണ്ട. ഇവിടെ ഈ നിൽക്കുന്നതിൽ ആരാണ് ബെറ്റർ ആയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് കണ്ട് ഈ പ്രേക്ഷകർ തന്നെ വിലയിരുത്തിക്കോളും. അപ്പൊ തന്നെ ഇത് മനസ്സിലായില്ലേ? എന്ത് അപ്പൊ തന്നെ മനസ്സിലായി. പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങും. ഞങ്ങൾ തുടങ്ങിക്കോളാം. അന്ന് തുടങ്ങി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്തായാലും ഈ വേദിയിൽ മിമിക്രിയെ ആസ്പദമാക്കിയാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ മലയാള മിമിക്രി വേദിയിൽ നിന്ന് മലയാള സിനിമയിലെത്തി പിന്നീട് ദേശീയ അവാർഡ് വരെ കരസ്ഥമാക്കിയ സലിമേട്ടിൽ നിന്നും സലിംകുമാറിൽ നിന്നും ഞങ്ങൾ ആരംഭിക്കുകയാണ്. സലിംകുമാറിന്റെ ശബ്ദം വളരെ വൃത്തിയായിട്ട് നമ്മുടെ അനൂപ് പാലയിൽ നിന്ന് ഞങ്ങൾ തുടങ്ങുകയാണ്. കേട്ടു പഠിച്ചു. എല്ലാവർക്കും നമസ്കാരമുണ്ട്. മിമിക്രിയിൽ നിന്നും മലയാള സിനിമയിൽ വരികയും ഒരു അവാർഡ് വരെ ലഭിക്കുകയും ചെയ്യുന്നു പറഞ്ഞത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഞാൻ മാത്രമല്ല, എനിക്ക് മുമ്പും ഒരുപാട് കലാകാരന്മാർ വന്നു, അവർക്ക് അവാർഡ് ലഭിച്ചു. അതിനുശേഷം സുരാജിന് ലഭിച്ചു. അതൊക്കെ ഒരുപാട് സന്തോഷം തോന്നുന്നു. ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ് ഇതുപോലെ ഒരു ദിവസം, ഈ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നിങ്ങളുടെ കൂടെ ചെലവഴിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. നന്ദി, നമസ്കാരം. ഹരിശ്രീ അശോകൻ ചേട്ടൻ വരുന്നുണ്ട്. എവിടെ? താഴമ്പമണമുള്ള തണുപ്പുള്ള രാത്രി തനിച്ചിരുത്തി ഉറക്കരുതേ സുപ്രഭാതോ. ഈ കുട്ടികളെ കാണുമ്പോ നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരുന്നു. എന്ത് രസമായിരുന്നു അന്നൊക്കെ. സ്കൂളിൽ പൂട്ടുമ്പോ കുറുപ്പ് മാഷിന്റെ പറമ്പിലെ ചക്കര മാവ് നിറച്ച് മാമ്പഴം പൈത്ത് തൂങ്ങിക്കിടക്കും. ഒരു രുക്മിണിക്ക് മാമ്പഴം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞ് മാധവും മാവില് വലിഞ്ഞു കയറി. മാവിൽ നിറച്ച് പുളിയുറുമ്പായിരുന്നു. പുളിയുറുമ്പ് കടിച്ചിട്ട് മാധവൻ നിലത്ത് വീഴുമ്പോഴും 2 ചക്കര മാമ്പഴവും മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. രുക്മിണിക്ക് ഓർമ്മയില്ലേ? അങ്ങനെ ഇന്ന യന്ത്രമൊന്നുമില്ല, ഒരു യന്ത്രം. ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചു. ഇനി ഒരു പുലിയെ ഞങ്ങൾ കൊണ്ടുവരുന്നത്. കാട്ടിലോട്ട് പോവാണോ? കാട്ടിലേക്കല്ല, നാട്ടിലെ പുലി. അതായത് മലയാള മിമിക്രി വേദിയിൽ നിന്ന് മലയാള സിനിമയിലെത്തി നല്ല നല്ല ചിത്രങ്ങൾ സംവിധാനം ചെയ്ത് തമിഴിലും ഹിന്ദിയിലും ഒക്കെ ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച് നമ്മളുടെ പ്രിയപ്പെട്ട ഡയറക്ടർ സിദ്ദിഖ്. ഓക്കെ, 1981 സെപ്റ്റംബർ മാസം 21-ാം തീയതിയിലാണ് കൊച്ചിൻ കലാഭവൻ മിമിക്സ് പരേഡ് രൂപം കൊള്ളുന്നത്. അന്ന് ഞാനും ലാലും അൻസാറും KS പ്രസാദും റഹ്മാനും ഒക്കെ ആയിരുന്നു അന്നത്തെ കലാകാരന്മാർ. അന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇതൊരു വലിയ കലാസൃഷ്ടിയുടെ തുടക്കമാണ് ഞങ്ങൾ ചെയ്ത പ്രോഗ്രാമെന്ന്. ഇന്നത്തെ എല്ലാ കലാകാരന്മാരും നല്ല മിടുക്കന്മാരാണ്. എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അടിപൊളി. ഓക്കെ, ഞങ്ങൾ അങ്ങനെ വിട്ടിട്ടില്ല. എന്തായാലും മിമിക്രിയിൽ നിന്നും മലയാള സിനിമയിലെത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മിമിക്രിയുടെ മുത്ത് ധർമ്മജൻ ബോൾഗാട്ടി രഞ്ജിത്ത്, പ്ലീസ്. അപ്പച്ചനും പാപ്പച്ചാൻ്റെ കണ്ടിച്ചമ്പില് കംപ്ലീറ്റും ചെത്തിക്കളെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു മുകേഷ് ഏട്ടാ, ഇതൊക്കെ പിഷാരിക്കണ്ടില്ല. ഈ പറഞ്ഞ പൊക്കോമണ്ണുണ്ട് മാത്രമേ ഉള്ളൂ, ബുദ്ധിയില്ല. മുകേഷ് ഏട്ടൻ്റെ കാര്യം അറിയോ? ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കംപ്ലീറ്റ് തന്നെ ദൈവത്തെ പോലെയാണ് കാണുന്നത്. ഞങ്ങളുടെ കയറി വന്നപ്പോൾ ഒരു പറയണേ, ദൈവമേ നീ പിന്നെ വന്നാന്ന്. അല്ല, എന്തായാലും ധർമ്മജൻ വന്നെങ്കിൽ ഉറപ്പായിട്ടും പിഷാരടി ഉണ്ടാവും. ശരത്തെ, ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് മുകേഷ് ഏട്ടാ വേറൊന്നുമല്ല, കഴിഞ്ഞ 2014 ഞാനും ധർമ്മജനും കൂടെ അബുദാബിയിൽ ഒരു ഷോയ്ക്ക് പോയി. ഷോയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് സംഘാടകർ ഒരാൾ വന്ന് ധർമ്മജനോട് ചോദിച്ചു, ധർമ്മജ നിങ്ങൾ പോകുന്ന വഴിക്ക് ലാലേട്ടനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ധർമ്മജൻ ചോദിച്ചു, എന്തിനാണ് ലാലേട്ടനെ കാണുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഈ പഴകിയ സാധനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ലാലേട്ടനാണ്, അതുകൊണ്ടാണ് ലാലേട്ടനെ കാണണമെന്ന് പറഞ്ഞത്. ഓക്കെ, എന്തായാലും പിഷാരടി അനുകരിച്ച സ്ഥിതിക്ക് ന്യൂ ജനറേഷനിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട താരം, ഫ്ലവേഴ്സ് ചാനലിൽ മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ വിനയ് ഫോർട്ട്. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ജാവ സിമ്പിളാണ്, പവർഫുൾ, ഭയങ്കര പവർഫുള്ളാണ്. അഞ്ജലി മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കണം. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 25-ാമത്തെ പേജിൽ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന പൂച്ച, ഇറച്ചി തിന്നുകൊണ്ടിരിക്കുന്ന പട്ടി. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. താങ്ക് യു. അല്ല, സംഗതിയൊക്കെ സിമ്പിൾ ആയിരുന്നു, അതൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു. പക്ഷേ ഇനി അത്ര സിമ്പിൾ അല്ലാത്തൊരു താരത്തെ ഈ വേദിയിലേക്ക് അനുകരിക്കാം. ന്യൂ ജനറേഷൻ ആണ്. ഒരു സംവിധായകനായി മലയാള സിനിമയിലേക്ക് വന്ന് പിന്നെ നടനായി ഇന്ന് എല്ലാ സിനിമയിലും ഉള്ള ജോയ് മാത്യു. ഓക്കെ, ഇതൊരു ചെടിയാ, നമ്മുടെ തുളസിയെ കൂട്ട്. കുരുവിട്ട് മുളപ്പിച്ചാൽ പതുക്കെ വലുതാകും, ഇലകൾ വരും. ഇടുക്കിയിലെ മലമടക്കുകളിൽ ഇളം വെയിലിൽ ചില ചെടികൾക്ക് പൊൻകതിരുകൾ ഉണ്ടാകും. നമ്മൾ നാട്ടുകാർ, കൃഷിക്കാർ ഇതിനെ നീലച്ചടയൻ എന്നൊക്കെ വിളിക്കും. ചൂടുകാലത്ത് ഇടുക്കിയിലെത്തുന്ന ഇവരെ പോലെയുള്ളവർ ഇതിന് മറ്റൊരു പേരാ വിളിക്കുക, ഇടുക്കി ഗോൾഡ്.
പ്രതിഭ കലക്കി. ഓക്കെ, ഞാൻ ഈ കളം വിട്ടു. എന്തായാലും ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പോകും. അതാ പറ്റിയ ഭാവി. അതല്ല, ഈ ശരീരത്തിന് പറ്റിയത്. പൊളിറ്റിക്സിൽ ഒരാൾ അനുകരിക്കാൻ പോവാണ്. നമ്മുടെ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ. ഇന്ന് രാജ്യം അനുകൂലിക്കുന്നവർ, ഇന്ന് രാജ്യക്ക് വേണ്ടി റാലി നടത്തുന്നവർ, ഇന്ന് രാജ്യയുടെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ ഇന്ന് രാജ്യത്തെ തള്ളി പറഞ്ഞവരാ. കോൺഗ്രസിനെ പാതാളത്തിലേക്ക് കൊണ്ടുപോകും എന്ന് ഉറപ്പായപ്പോൾ മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. ഞങ്ങൾക്ക് ഭയമായിരുന്നു. അല്ല, ഇത്രയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ ഉമ്മൻചാണ്ടി? അല്ല, നിങ്ങള് ഇന്ദിരാജി തള്ളി പറഞ്ഞെങ്കിൽ അതുപോലെയല്ലേ എന്നെയും തള്ളി പറഞ്ഞത്. ഇപ്പൊ ഞാൻ കോഴ വാങ്ങിച്ചു എന്ന് പറയുന്നു. ഞാനൊരു ധനകാര്യമന്ത്രി അല്ലായിരുന്നു. ഒരു ധനകാര്യമന്ത്രിയുടെ ചുമതല എന്താ? മറ്റുള്ളവരിൽ നിന്നും ധനം വാങ്ങുക, അത് സൂക്ഷിച്ചു വെക്കുക. അതെങ്ങനെ കോഴയാകും? ഓക്കെ സാർ പാലയിൽ അതുകൊണ്ട് ചോദിക്കാണ്. ദാ ഇരിക്കുന്ന ആളെ മനസ്സിലായോ? ആരാ? എന്താ? എവിടുന്നാ? ലാസർ പാലയിന്ന് കാപ്പി കുടിക്കണം. ഭാര്യ ഒന്ന് കാണണം. നിന്റെ പൊട്ടണം ചാണ്ടർ കണമിച്ച് വരാത്ത കാശില്ലാതെ വീട് വിട്ടത് ദുഷ്ട കൊച്ച് എന്റെ സ്വന്തം ചോര എനിക്കങ്ങനെ വേണം. അല്ല, ഓക്കെ, ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും കൈയടിക്കുന്ന ഒരു താരത്തെയാണ് ഇനി അനുകരിക്കാൻ പോകുന്നത്. അതാരാണ്? ലാലേട്ടൻ്റെ ദൃശ്യം എന്ന സിനിമ നമ്മളെല്ലാവരും കണ്ടാണ്. അതിൽ ലാലേട്ടനും നടൻ സിദ്ദിഖും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട് ക്ലൈമാക്സിൽ. അത് ഞങ്ങൾ ഒരൊറ്റ ഒരാളാണ് സുധി അനുകരിക്കാൻ പോവുക. അമേരിക്കയിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് വരുണിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെന്ന് തോന്നി. കാരണം ഓരോ ഫോൺ കോളുകളും ഓരോ കോളിംഗ് ബെല്ലുകളുമൊക്കെ അവൻ്റെ ശബ്ദമായിട്ടാണ് ഞങ്ങളുടെ കാതിൽ വന്ന് പതിക്കുന്നത്. അതിൻ്റെ പ്രതീക്ഷകളും നിരാശകളുമൊക്കെ താങ്ങാനാകാത്തത് കൊണ്ട് ചോദിക്കുക. ഞങ്ങളിനി അവന് വേണ്ടി കാത്തിരിക്കണം. ഞങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസം ഉണ്ടാക്കില്ല. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ. നിങ്ങൾ വലിയ മനുഷ്യനാണ്. നിങ്ങളുടെ ഹൃദയവിശാലതയൊന്നും എനിക്കല്ല. ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്. എൻ്റെ ഭാര്യയും മക്കളും അടങ്ങുന്നൊരു കൊച്ചു ലോകം, അതാണ് എൻ്റെ കുടുംബം. അതിനപ്പുറത്തേക്കൊരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതൊരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ളൊരു അതിഥി. ഞങ്ങളുടെ യാചനകളൊന്നും അവൻ ചെവിക്കൊണ്ടില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന വെപ്രാളത്തിൽ പറ്റിപ്പോയൊരു ചെറിയ കയ്യബദ്ധം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. എല്ലാവർക്കും എന്ന പോലെ എനിക്കും എൻ്റെ കുടുംബം വലുതാണ്. അത് തകരാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. അവിടെ എൻ്റെ മുന്നിൽ ശരികൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളോട് പൊറുക്കണം. ഓക്കെ സമ്മതിച്ചു. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ലാലേട്ടനാവണമെങ്കിൽ ലാലേട്ടൻ്റെ മീശ പിരിച്ചു മേപ്പോട്ട് വെക്കണം അല്ലേ? ഞങ്ങളുടെ പ്രിയപ്പെട്ട നിർമ്മൽ 6-ാം തമ്പുരാൻ എന്ന ചിത്രത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനെ അനുകരിക്കുകയാണ്. ഒപ്പം സായികുമാറും. ജെയിംസ് ജഗൻ എവിടെ? ഈടോ പന്ന എബി മാത്യു പണിപിടിച്ചു. അവൻ ആ കോൺട്രാക്ട് രാമസ്വാമി അസോസിയേഷന് മറച്ചു വെക്കുന്നു. എനിക്ക് എത്രയും പെട്ടെന്ന് ജഗനെ വേണം. ശംഭു മഹാദേവ. ജഗൻ, നീ എവിടാണ്? എടാ, ഞാനേ നമ്മുടെ എരിക്ഷോണില്ലേ, അവിടെ നല്ല മണാലിയിൽ നിന്ന് വന്ന് ചാടി ഒരു കെട്ട് നല്ല പറഞ്ഞ ചരസുമായിട്ട് ഓൺ ദ വേ ഞാനൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. ഞങ്ങൾ ഗസലേക്കാൻ പോവാ. കൃഷ്ണൻ മാധവ് പാടുന്നു, നീ വരുന്നോ? എടാ, ഞാനാകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. അതിന് ചരസാ ബെസ്റ്റ്. കൂടെ വേണം റമ്മും കോളയാക ഒരു പിമ്പലത്തിന്. എടാ, പന്നെ എബി മാത്യു പണി പിടിച്ചു. പിന്നെ ആ കോൺട്രാക്ട് രാമസ്വാമി അസോസിയേഷന് മത്സരിക്കാൻ പോകുന്നല്ലേ? നീ അറിഞ്ഞോ? എല്ലാം അറിയുന്നവൻ ജഗൻ. എടാ, നീ ഇറങ്ങണം. നീ ഇറങ്ങിയാൽ വല്ലതൊക്കെ നടക്കൂ. നല്ലൊരു രാത്രിയിൽ വന്ന് വീഴാൻ കെട്ട മാരണം. നീ പോയൊരു കുപ്പിയുടെ വാ പൊട്ടിച്ചടി തുടങ്ങ്. എണ്ണം വെച്ചോ. 4ാമത്തെ പെക്കിൽ ഐസ് ക്യൂബ്സ് വീഴുമ്പോഴേക്കും ഞാൻ എത്തിയിരിക്കും. തമ്പേ, ഇത് ന്യൂക്കാറ്, ഇത് ഞാൻ ചവിട്ടും. ഓക്കെ, ഇനി ഞങ്ങള് ഈ യുവതാരങ്ങളിലെ ഒരു സൂപ്പർ സ്റ്റാറിനെ അനുകരിക്കുകയാണ്. പൃഥ്വിരാജിന്റെ കിടുക്കൻ ശബ്ദം ശരത്ത് നന്നായിട്ട് പറയും. വല്യമ്പറപ്പറ്റാട്ട മണ്ണോ പൊന്നോ മൊയ്തീൻ ആഗ്രഹിച്ചിട്ടില്ല. സായിബ് ഉണ്ടാക്കിയതൊന്നും മൊയ്തീന് വേണ്ടേ. പക്ഷേ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മയ്യത്ത് കെട്ടലിൻ്റെ ഒരറ്റം എൻ്റെ തോളിലടിക്കും. കാരണം മൊയ്തീൻ ബാപ്പ എന്നൊരാളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഈ മൊയ്തീൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് കാഞ്ചനയാണ്. അത് ഞാൻ ഓക്കും. ഓൾ എനിക്കും പടച്ചോനും കൊടുത്തിട്ടുള്ള വാക്കാണ് ഏറ്റവും വലിയ സത്യം.
സത്യം ചെയ്തോ? ആ സത്യം സത്യം ഇനി മേല് പരിപാടിക്ക് വരികയായിരുന്നു. അതല്ല, യൂത്തിന്റെ സൂപ്പർ സ്റ്റാർ കൊണ്ടുവന്നെങ്കിൽ യൂത്തിന്റെ കൊമേഡിയനെ ഞങ്ങൾ കൊണ്ടുവരും. അജു വർഗീസ്. എന്റെ പൊന്നു മാമച്ചനോട് ഞാനൊരു 100-110 തവണ പറഞ്ഞില്ലേ ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത് എന്ന്. അതെ, ഇത് ഞാൻ ഗോവയ്ക്ക് പോകാൻ വേണ്ടി വെച്ചിരിക്കുന്ന കാശ. ഇവത്തേന്ന് ഞാനൊരു 10 പൈസ തരൂല്ല മോനെ. ബ്ലഡി ഫുൾ അല്ല പിന്നെ. അല്ല, സമ്മതിച്ചു. ഈ യുവതാരങ്ങളില്, ഇപ്പോൾ പുതുമുഖ താരങ്ങളില് പ്രത്യേകിച്ച് ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യാൻ ഏറ്റവും മികച്ച ഒരു കലാകാരൻ എന്ന് പറയും. ഇപ്പൊ നായകനായി ചെമ്പൻ വിനോദ്. സംഗതി ഇതിന്റെ ആർക്കാണേലും ജയിൽ എന്ന് പറഞ്ഞാൽ നല്ല സംഭവം. നമ്മുടെ നാട്ടില് 10 കള്ളന്മാരെ പിടിച്ച അതിൽ 9 എണ്ണവും ഇന്റർനാഷണൽ വേഷങ്ങളാ. അങ്ങനെ നോക്കുമ്പോ ജയിൽ എന്ന് പറഞ്ഞൊരു ക്രിയേറ്റിവിറ്റി പീപ്പിൾ അല്ലേ വെച്ചോ. നീ എന്തുകൊണ്ടാണ് പേടിക്കണേ? ജയിലിൽ ചിക്കൻ ബിരിയാണി ഉള്ളപ്പോ തന്നെ ഇവിടെ എത്താൻ പറ്റിയില്ലേ? ജ്യേഷ്ഠ കപ്പലണ്ടി വേണേ ജ്യേഷ്ഠ. ഓക്കെ, അടിപൊളി. പ്രേമം എങ്ങനെയുണ്ട്? പ്രേമം എങ്ങനെയുണ്ട്? അവളെന്നെ ചതിച്ചു, ഞാൻ ഉപേക്ഷിച്ചു. ഒറ്റ വീക്ക് വരും അസ്ഥാനത്ത് കയറി കോമഡി പറഞ്ഞ. പ്രേമം സിനിമ എങ്ങനെയുണ്ടെന്ന്? അതോ അടിപൊളിയല്ലേ? മഹേഷിന്റെ പ്രതികരണം സൂപ്പർ അല്ലേ? അടിപൊളിയല്ലേ? അപ്പൊ എന്തായാലും ഈ 2 സിനിമയിൽ നല്ല സൂപ്പർ കോമഡി ചെയ്ത, നല്ല വേഷം ചെയ്ത, നല്ല ക്യാരക്ടർ ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട സൗബിൻ സാഹിർ. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. മാമരെ അടുത്തറിയുമ്പോ മനസ്സിലുള്ള വീക്കിലൊക്കെ നിലത്ത് വീണ് പൊട്ടുവെന്നുള്ള സത്യമാണ്. മനസ്സിലേക്ക് കുഷ്ടം വെച്ചിട്ട് എന്ത് കാര്യം ചെയ്തിട്ട് കാര്യമില്ല ബേബിച്ചേട്ടാ. ഞാൻ പൊണ്ണേണ്. ജ്യൂസ് 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 കുമ്മട്ടിക്ക ജ്യൂസ്. മമ്മൂട്ടിക്ക് ഇഷ്ടമുള്ള കുമ്മട്ടിക്ക ജ്യൂസ്. ഓക്കെ, ജ്യൂസ് ഒക്കെ കുടിച്ച് അവിടെ ഇരുന്നോ കേട്ടോ, സമാധാനമായിട്ടിരുന്നോ. ഇനി നമ്മൾ കൊണ്ടുവരുന്നത് പാചക കലയിലൂടെ മലയാള സിനിമയെ കുടുകൂടാ ചിരിപ്പിച്ച് പണ്ട് ഭയങ്കര വില്ലനൊക്കെ ആയിരുന്നു, പിന്നെ കൊമേഡിയനായി, ഇപ്പൊ മലയാള സിനിമയുടെ നിറസാന്നിധ്യമായി മാറിയ ബാബുരാജ്. ഞാൻ നമ്മുടെ SBI മേനോ സാറിന്റെ വീട്ടിലായിരുന്നല്ലോ ആദ്യം. മേനോ സാറിന്റെ മകളെ കാളിദാസൻ സാറ് പെണ്ണാണാൻ വന്നു. നമ്മുടെ കാളിദാസൻ സാറ് മെനഞ്ഞാന്ന് സാറ് വരുമെന്ന് കരുതി നല്ല പുളിയിലിട്ട ചുട്ടമീൻ, ഇന്നലെ നാടൻ കോഴിക്കറി ഒക്കെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് എന്തുട്ടാ ഒക്കെ ഞാൻ തന്നെ തിന്നീർത്തു. ഒന്ന് വിളിക്കാനായിട്ട് സാറിനൊരു മൊബൈൽ വാങ്ങിയാലെന്താ? അല്ലേലും കുടിയന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ല. ശശിയേട്ടാ 2 രാധാസ് കൊണക്കിട്ട കോഴി കൂളക്കോഴി. മിമിക്രിയുടെ അടുത്ത് ആരാണ് പാട്ട് പാടുന്നത്? മാമേ ദാസാ, എടാ ദാസാ, നിന്റെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് നല്ല രീതിയിലൊരു ഷർട്ട് വാങ്ങിക്കാൻ പോലും പറ്റില്ല ദാസാ. ഈയിടെയായിട്ട് നിന്റെ ശരീരത്തിനൊക്കെ ഭയങ്കര ക്ഷീണ മോനെ. ആഹാരമൊന്നും നീ ശരിക്കും കഴിക്കുന്നില്ല. നിനക്ക് ഇഷ്ടപ്പെട്ട മുരിങ്ങയിലെയും പരിപ്പും ചേർത്തിട്ടുള്ള കറിയില്ല, അത് ഉണ്ടാക്കിയിട്ടുണ്ടോ? പിന്നെ മീനവിയൽ ഭയങ്കര മനോഹരമായിരിക്കും. എല്ലാം നന്നായിട്ട് കഴിച്ചോണം കേട്ടോ. ചുവരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റൂ ദാസാ. പപ്പടം വലുത് വേണോ അതോ ചെറുത് മതിയോ? നീ പറഞ്ഞ കമ്മീഷണർ കേൾക്കും. എന്നെ കൂടെ അമേരിക്കക്ക് കൊണ്ടുപോ മോനെ. തമിഴിൽ നിന്നൊരു വില്ലൻ പോരട്ടെ, പ്രകാശ് രാജ്. என்ன பார்க்குற ஷோ கார்க்கடா இருக்கும்டா இருக்கணும் தான் உனக்கு இழுத்துட்டு வந்திருக்கேன். டேய், உனக்கு ப்ரமோஷன் கொடுத்தது ஓன் டிபார்ட்மெண்ட் தான். ஆனா திருவாய்மொழிக்கு போஸ்டிங் போட வச்சது நான். இந்திய மாப்பிள்ள மாவட்ட தமிழ் மாப்பிள்ள ஊருக்கு என்ன வச்சு அப்படிச்சில்ல. இப்ப என்ன பண்ணுவேன்? இது ஏன் ஊரு ஏன் ஏரியா? நான் அழ மாட்டேன். செல்லோ ஐ லவ் யூ കണ്ണേ. തമിഴ് പറഞ്ഞ് വരത്തുന്നോടാ കഴിവ് പറഞ്ഞ മോനെ. ആഹാ, നീ വരണോടാ കണ്ടോന്ന് കാട്ടിൽ കയറി കൊമ്പനാനെ കണ്ണ് വെടി പൊട്ടിക്കുന്നുള്ള കറിയാച്ചൻ. നിനക്കെന്നെ അറിയില്ല. നീ കൊണ്ടുപോയത് കറിയാച്ചന മോനെയാ. അവന്റെ ദേഹത്ത് ഒരൊറ്റ തുള്ളി മണ്ണ് വീണ ആ സാറുമാരെ ഈ വിൽക്കുന്നവന്റെ പെടഞ്ഞു വീട് തല കാണുന്നില്ല. കറിയാച്ചനാ പറയുന്നത്. ഓടാ മക്കളെ. എന്നാ കൊമ്പനെ അടിച്ചു വീഴ്ത്താൻ പറ്റിയ ഒരു സിംഹത്തിനെ ഞങ്ങൾ കൊണ്ടുവരാൻ. തമിഴകത്തിന്റെ സ്റ്റൈൽ മന്നൻ കപാലി. யாருடா அந்த கபாலி? வர சொல்றவனே. நான் வந்துட்டேன்னு சொல்ல, திரும்பி வந்துட்டேன்னு. 25 வருஷத்துக்கு முன்னால எப்படி போனாலும் கபாலி அப்படியே திரும்பி வந்துட்டேன்னு சொல்ல. தமிழ் படங்களுக்கு மருந்து வச்சுக்கிட்டு மீசையை முறுக்கிக்கிட்டு லுங்கியை கட்டிக்கிட்டு நம்பியார் ஏ கபாலி அப்படின்னு சொன்ன உடனே குனிஞ்சு நின்று சொல்லுங்க ஜம்மா அப்படி பண்ணிப்பானே அந்த மாதிரி கபாலியை நினைச்சேடா. കപാലിഡാ. ഓക്കെ. എങ്കിൽ കേരളത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് പിണറായി വിജയൻ. സർ ആന്റണി, ഇവിടെ ഒരു രാഷ്ട്രീയ സദാചാര ലംഘനത്തിനെ കുറിച്ച് പറയേണ്ടായി. ഇവിടെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സദാചാര ലംഘനങ്ങളുടെ ഫലമായിട്ടല്ലേ മിസ്റ്റർ ആന്റണി വന്നിട്ടുള്ളത്? അപ്പോൾ ആന്റണിക്ക് ഈ സദാചാര ലംഘനത്തിനെ കുറിച്ച് പറയാൻ എന്താണ് അർഹത? വിരട്ടലും ഭീഷണിയൊന്നും ഈ പാർട്ടിയുടെ അടുത്ത് വേണ്ട. കത്തി കണ്ട പേടിച്ചോടുന്നവരല്ല ഞങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ.
ഇത് റജിക്കോട് കൂടി പറഞ്ഞു കേട്ടോ. അല്ല എനിക്ക് ഒന്ന് പ്രസംഗിക്കണം. പ്രസംഗിക്കണമെങ്കിൽ വീടിന്റെ അടുത്ത് ഒരു സ്റ്റേജ് കിട്ടിയിട്ട് കുറച്ച് ആൾക്കാരെ വിളിച്ച് അവരുടെ മുമ്പിൽ ഇരുന്ന് പ്രസംഗിച്ചു. ഈ വേദി അതിന് പറ്റിയതല്ല. അതല്ല പറഞ്ഞത്. പിന്നെന്ത്? സച്ചിൻ. സത്യനോ പറഞ്ഞു? സത്യനല്ല, പിന്നെ സച്ചിന്റെ ലാസ്റ്റ് സ്പീച്ച് കളി നിർത്തി പോയപ്പോൾ. ഓ, അതിനോട് ഞാൻ ഒരുപാട് റജിയോട് യോജിക്കുന്നു. എനിക്കും കേൾക്കണം. ഈ പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടമാണ് നമ്മുടെ പ്രിയങ്കരനായ സച്ചിൻ ടെണ്ടുൽക്കർ. My life between 22 years for 24 years. It's hard to believe that the wonderful journey is coming to end. At the age of 11, my father gave me freedom. And he told me that chase your dreams, but make sure you don't find shortcuts. Apart from my difficult, but don't give up. Above all, he told me nice human being. Thank you all. Love you all. അടിപൊളി. തീർന്നു. തീർന്നു. അല്ല ഇനിയുണ്ട് ഐറ്റം. ഐറ്റം തീർന്നല്ല, സമയം തീർന്നു. നമ്മുടെ സമയം തീർന്ന അങ്ങനെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. എനിക്ക് ഇനി ഒരു കാര്യം കൂടെ പറയണ്ട. ഒരു കാര്യം എന്താ? അല്ല അത് പറഞ്ഞാൽ പറയാൻ സമയമില്ല. അതുകൊണ്ടാ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യണമെങ്കിൽ, ഈ ഫ്ലവേഴ്സിന്റെ ഏത് ഷോ വൈൻഡപ്പ് ചെയ്യണമെങ്കിലും ആ സംഭവം പറഞ്ഞാലേ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നിർത്തി പോകാൻ പറ്റുള്ളൂ. അതങ്ങനെയാണത്. ഞാൻ പറഞ്ഞോട്ടെ. മാന്യ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. Nirabara Flowers Comedy Awards powered by Nandanam Sanitaries. ഒരു ചെറിയ ബ്രേക്ക്. We'll come back in a very short while. Don't go anywhere. Flowers Comedy Awards. ഇനിയപ്പോൾ നമുക്ക് എല്ലാവർക്കും തിരിച്ചു വരാം. The show is back on. Nirabara Flowers Comedy Awards powered by Nandanam Sanitaries. Let's go back to the show. എല്ലാവർക്കും നമസ്കാരം. First of all, thank you so much Flowers for inviting me here, and it feels great to be a part of such a great function, and it's a comedy award. Thank you so much, and it means a lot. And ipo oru pazhaya paatayallo. This is a song again. It's an oldie number, and this song is called Ina Mina Dika. So you all can dance and have fun. Come on guys, put your hands together. Come on. Woo! Ina Mina Dika, Eta Maniga, Makanaka, Chika Pigariga. Ina Mina Diga Diga Eta Maniga, Makanaka, Chika Picarola, Rica Ram Pam Posh, Ram Pam Posh, Ram Pam Posh, Ram Pam Posh. कोई लेने वाला ऐसे वैसे को नहीं देने वाला. दिल बेचू है कोई लेने वाला ऐसे वैसे को नहीं देने वाला. सूरत या हंसी हो उमर या जवा हो कोई भी उसे देखे तो बस ये गुमा हो. सूरत या हंसी हो उमर या जवा हो कोई भी उसे देखे तो बस ये गुमा हो. यही है यही तो है वो. Ina Mina Dika, Eta Maniga, Makanaka, Chika Pigariga. Ina Mina Diga Diga Eta Maniga, Makanaka, Chika Picarola, Rica Ram Pam Posh, Ram Pam Posh, Ram Pam Posh, Ram Pam Posh. मत सोचो कि सस्ता है सौदा फल पाए लगाएगा जो पौधा. मत सोचो कि सस्ता है सौदा फल पाए लगाएगा जो पौधा. दिल की है क्यारी बनेगी फुलवारी तो दुनिया जलेगी जलन की है मारी. दिल की है क्यारी बनेगी फुलवारी जो दुनिया जलेगी जलन की है मारी. हंसेगी 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 मेरी प्यारी. Ina Mina Dika, Eta Maniga, Makanaka, Chika Pigariga. Ina Mina Diga Diga Eta Maniga, Makanaka, Chika Picarola, Rica Ram Pam Posh, 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 Ram Pam Posh. 1, 2, 3, 4. Ina Mina Diga Diga Eta Maniga, Makanaka, Chika Picarola, Ram Pam Posh, Ram Pam Posh, Ram Pam Posh, Ram Pam Posh. Ina Mina Diga Diga Eta
Yeah.